ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊറോട്ടയും ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടായിരിക്കത്തില്ലല്ലോ. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ആഹാരമാണ് പൊറോട്ടയും ബീഫ് കറിയും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടി ഞാൻ 250 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അത് നമ്മളുടെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം, പിന്നെ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മളിതിലേക്ക് കുറച്ച് വീതം ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് കുറേശ്ശെ നമ്മളിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കൈവച്ച് നന്നായിട്ട് ഞരടിയെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഞരടിയെടുത്ത ശേഷം 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. ഇതുപോലെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്കത് എണ്ണയ്ക്കകത്തൊന്ന് കോരി മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, കുറച്ച് ഗ്രാമ്പൂ, 2-3 ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുത്ത് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചെറിയുള്ളും ഇട്ട് കൊടുത്ത് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുറച്ചാണ് നമ്മൾ ബീഫിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലോണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ സവാള 2 എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, കുറച്ച് മീറ്റ് മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ പൊടികളുടെ പച്ചമണം മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകം ടേസ്റ്റാണ്. നമ്മുടെ ബീഫ് വേവിച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാമെങ്കിൽ ഒരു പ്രത്യേകം ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് നല്ലോണം ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഈ നല്ലോണം മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല ചാറോട് കൂടിയാണ് ഞാൻ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് പൊറോട്ട ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. നമ്മളിത് ഫുൾ വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊറോട്ട ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാം. അപ്പോൾ ഇപ്പോൾ നല്ലതായിട്ട് എണ്ണയൊക്കെ തേച്ച് 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി നിന്ന് അടിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റോടും നല്ല ടേസ്റ്റോട് കൂടിയുള്ളൊരു പൊറോട്ടയായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റോട് കൂടി നമ്മുടെ ഒരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊറോട്ടയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് പൊറോട്ട എടുത്ത ശേഷം കുഞ്ഞായിട്ടെല്ലാം ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ ലെങ്തി ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. അപ്പോൾ പൊറോട്ടയെല്ലാം നമ്മൾ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കീറിയെടുത്ത ശേഷം
നമ്മുടെ ബീഫ് കറി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ പിച്ചി ചീന്തിയ നമ്മുടെ പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഗ്രേവിക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ബീഫ് വെച്ചിട്ട് കുറവായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി അടുത്ത കലാപരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കളെ. നല്ല പൊളി ടേസ്റ്റാണ്. ഇത് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടായിരിക്കത്തില്ല. അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ടേസ്റ്റിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷമാണ് നമ്മുടെ അടുത്ത കലാപരിപാടികൾ തുടങ്ങുന്നത്. നമ്മൾ അടുത്ത പറമ്പിലോട്ട് ചാടി കുറച്ച് വാഴയിലൊക്കെ എടുത്ത് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചെറിയ വാഴയില വാട്ടി ഇതുപോലെ നാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പൊറോട്ടയും ബീഫും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് നല്ല അടിപൊളി ബീഫിൻ്റെ എല്ലും കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാളയൊക്കെ ഇട്ട് കൊടുത്ത് സവാള അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും തക്കാളിയൊക്കെ വേണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊതിച്ചോറ് പൊതിയുന്ന പോലെ ഇതുപോലൊന്ന് പൊതിഞ്ഞെടുത്ത ശേഷം നമുക്കൊന്ന് വള്ളി വെച്ചെടുത്ത് അതുപോലെ ഒന്ന് കെട്ടിവെക്കാം. എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് കെട്ടിവെക്കാം. ഇടയ്ക്ക് പൊട്ടിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തലങ്ങും വിലങ്ങും ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് കേസ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും വള്ളി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ ഈ ഒരു പൊറോട്ടയും ബീഫും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായ ശേഷം നമുക്കതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ആവിയിലാണ് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മണമൊക്കെ പറയാതെ അറിയാതിരിക്കുമല്ലോ, നല്ല അടിപൊളി മണമാണ്. അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ വെച്ച് തിരിച്ചും മറിച്ചിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം തന്നെ നല്ല അടിപൊളി മണമാണ് ഗൈസ്, ഒരു രക്ഷയുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഇതൊന്ന് ആവി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പൊറോട്ടയും ബീഫും കൂടെ പുരട്ടിയെടുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഊണുമേശയിലോട്ട് നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടൊക്കെ അഴിച്ച് മാറ്റിയ ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെ തുറന്ന് വെക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു മണമാണ് വരുന്നത്. നല്ല ചൂടാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ലൈറ്റിൻ്റെയൊക്കെ വെട്ടത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കറക്റ്റ് കളറൊന്നും അറിയത്തില്ല. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണി കിച്ചൂസ് കറി വേൾഡ്.